കോഴിക്കോട് നഗരത്തിലെ അഗ്നിരക്ഷാ സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കാൻ ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരപരിധിയിൽ തന്നെ നിലനിർത്തണമെന്നും ഉയരമുള്ള കെട്ടിടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്കൈ ലിഫ്റ്റ് സംവിധാനം അടിയന്തരമായി അനുവദിക്കണമെന്നും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച ഭാരവാഹികൾ പഴക്കമേറിയ കെട്ടിടം 2023 സെപ്റ്റംബറിൽ പൊളിച്ചു നീക്കിയെങ്കിലും പുതിയ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഇതിനിടെ ബീച്ച് ഫയർ സ്റ്റേഷന്റെ ശേഷിക്കുന്ന യൂണിറ്റും ജീവനക്കാരെയും മീൻചന്തയിലേക്ക് മാറ്റാനുള്ള നീക്കം നഗരത്തിന്റെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു. മുൻപ് കോർപ്പറേഷൻ സ്റ്റേഡിയം കെട്ടിടത്തിലോ കല്ലുത്താൻ കടവ് ന്യൂ പാളയം മാർക്കറ്റിലോ താൽക്കാലിക ഫയർ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കാമെന്ന നിർദ്ദേശവും സ്വകാര്യ സ്ഥാപനത്തിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് സൗജന്യമായി താൽക്കാലിക കെട്ടിടം നിർമ്മിച്ചു നൽകാമെന്ന സന്നദ്ധതയും ബന്ധപ്പെട്ട് അധികാരികളെ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും MDC ആരോപിച്ചു. ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരത്തിൽ തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി തുടർ നടപടിക്കായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മേധാവിക്ക് കൈമാറിയതിൽ പ്രതീക്ഷയുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് നഗരത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത് ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരത്തിൽ നിലനിർത്താൻ നഗരസഭയും ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും MDC ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ MDC പ്രസിഡന്റ് ഷെവലിയാർ CE ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ഗജാഞ്ചി MV കുഞ്ഞാമു ഹാജി, സെക്രട്ടറി PI അജയൻ, മധുജിത് കൈലാട്ട് എന്നിവർ പങ്കെടുത്തു. നഗരത്തില് നിലവിലുള്ള ഉള്ളപ്പോൾ തന്നെയാണ് 2007 തീപിടുത്തം. അതിനുശേഷം സംസ്ഥാന മന്ത്രിയാണ് ഒരു ഉറപ്പ് വന്നിട്ടുള്ളത്. 24 പേര് പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ് ഫയർ യൂണിറ്റ് പാളയത്ത് അനുവദിച്ചിരുന്നു. അത് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള ബീച്ച് ഫയർ സ്റ്റേഷൻ അപകടാവസ്ഥ മനസ്സിലാക്കി ഒരു യൂണിറ്റ് മാത്രം നിർത്തി ബാക്കിയുള്ള യൂണിറ്റൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് വിന്യസിക്കുകയാണ് ചെയ്തത്. ഇത് വരുന്ന സാഹചര്യത്തിൽ ശനിയാഴ്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും 10-ാം തീയതി ആദ്യമന്ത്രി നിവേദനം ആവശ്യമെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ തന്നെ നിർദ്ദേശം കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മേയറെല്ലാം മുൻകൈയെടുത്ത് സ്റ്റേഡിയത്തിലെ ഒരു സ്ഥലം വിട്ടുകൊടുക്കാന്ന് പറയുകയും കൌൺസിൽ അംഗീകരിച്ച് വിട്ടെന്ന് പറയുന്നത് ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു എതിർപ്പ് മൂലം അത് പത്താമത്തെ ജില്ലയിലൂടെ അടിയന്തരമായി മീറ്റിംഗ് 2 മണിക്ക് വിളിച്ചെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിനൊരു തീരുമാനമാണ്. 2 കൊണ്ട് തീരുമാനം അറിയുന്നവരെ പക്ഷേ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളതിന്റെ സ്ഥലത്ത് സൗജന്യമായി പുതിയ ഭാഷകൾ നിർമ്മിക്കുന്നവരെ സൗജന്യമായി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതം നേരിട്ടും ബഹുമാന മുഖ്യമന്ത്രിക്കും അന്നത്തെ PW മിനിസ്റ്റർക്കും ഫയർ ആൻഡ് റെസ്ക്യൂ ജില്ലാ കളക്ടർ അന്ന് വളർമ്പ് തന്നെ ഞങ്ങൾ സമ്മർദ്ദം കൊടുത്താണ്. അതൊന്നും നടന്നിട്ടില്ല. ഈ ഗൗരവമായ വിഷയം ആയതുകൊണ്ടാണ് ഇന്ന് പത്രമാണ് വിളിക്കേണ്ടത്. കാരണം സ്ഥാനം വിട്ടുകൊടുക്കാൻ നിർമ്മിച്ചാണ് സമ്മതം അറിയിച്ച കോർപ്പറേറ്റ് സ്ഥാപനത്തെ പ്രതിനിധി ഇവിടെയുണ്ട്. ഇപ്പോഴവരെ തയ്യാറാണ് അനുമതി കൊടുക്കുകയാണെങ്കിൽ.